ഇവിടെ ആ പണിയൊന്നും നടക്കില്ല കുഞ്ഞ്. BJP അല്ല. ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം ഒരുമിച്ച് നിൽക്കണം, പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. അതിന് ഞങ്ങൾ യാതൊരു വെള്ളം ചേർക്കില്ല അതിനകത്ത്. നമസ്കാരം സുകുമാരൻ നായർ സാർ. നമസ്കാരം കേരളമേ. NSSൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറിൻ്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് NSSൻ്റെ ആഗ്രഹം ഈ സമൂഹത്തിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഏകോദര സഹോദരങ്ങളെപ്പോലെ ചേർന്ന് ജീവിക്കുന്ന ഒരു നാടാണ് കാണുന്നത്, സ്വപ്നം കാണുന്നത്, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. സത്യത്തിൽ ഈ കേരളം നമ്മൾ ജീവിക്കുന്ന ഇടം ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക്. നമ്മൾ വലിയ മോഡൽ എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ജീവിത നിലവാര സൂചിക വളരെ കൂടുതലാണ്. ഉൽപ്പാദന മേഖല വളരെ താഴോട്ട് പോകുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ കേരളം മലയാളികൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ഫീലുണ്ടല്ലോ. ആ ഫീല് എന്ത് രാഷ്ട്രീയം നടത്തിയാലും നിങ്ങൾ BJP, പിന്നെ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, CPIM, CPI എന്നൊക്കെ പറഞ്ഞ ആശയങ്ങളിൽ വിയോജിച്ചോളൂ. പക്ഷേ അതിന് ദയവായി ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയുന്ന വേർതിരിവുകളിലേക്ക് കൊണ്ടുപോകുന്നിടത്താണ് അത് മറ്റൊരു രൂപവും ഭാവവും കൈവരുന്നത്. ആശയപരമായി, പ്രത്യയശാസ്ത്രപരമായി, രാഷ്ട്രീയപരമായൊക്കെ ആരോഗ്യകരമായ മത്സരം നിലനിൽക്കുന്നത് ജനാധിപത്യപരമായി നല്ലതാണ്. നന്മകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വികസന പോരായ്മകൾ ചൂണ്ടിക്കാട്ടി കൂടുതൽ ഉദാരമായ സമീപനങ്ങൾ സ്വീകരിച്ചൊക്കെ ചെയ്യുന്നതിന് പകരം രാപകലുകളോളം എന്തിനാണ് ഈ പറയുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കളിക്കുന്നത്? ആരാണിതിൽ രക്ഷപ്പെടാൻ പോകുന്നത്? ഏതെങ്കിലും ഒരു സമൂഹത്തിന് മാത്രമായി ഈ കൂട്ടായ്മയിൽ രക്ഷപ്പെടാൻ പറ്റുമോ? അത് പറ്റില്ലെന്ന് പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നതല്ലേ. മണ്ണും വിണ്ണും കാറ്റും കല്ലും പൂവും പൂക്കളും എന്നു വേണ്ട എല്ലാം ഒരു തരം ഒരു സാമാന്യേന അനുകൂലമായോ അല്ലെങ്കിൽ വിരുദ്ധമായിരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്. നമ്മുടെ ശരീരത്തിലെ എത്രയോ അവയവങ്ങൾ അത് സാമാന്യേന ചേർന്ന് നിൽക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കുമ്പോഴല്ലേ നമുക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, രോഗമില്ല എന്നൊക്കെ പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണം സവിശേഷമായി കൂടുതലങ്ങ് ഉയർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് എത്തിയാൽ പോലും അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം അത് നഷ്ടപ്പെടില്ലേ? അതേ രീതിയിൽ തന്നെയല്ലേ ഈ സമൂഹത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക് സെറ്റ് ചെയ്തിരിക്കുന്നത്, പിൻ ചെയ്തെടുത്തിരിക്കുന്നത്, നെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ നെയ്യുന്ന വസ്ത്രങ്ങളിലേക്ക് നോക്കിയാൽ ഏതെങ്കിലും ഒരു സവിശേഷമായ നിറം അല്പം കൂടിയോ കുറഞ്ഞോ വന്നാൽ ആ ഭംഗിക്ക് എന്ത് മാറ്റം ഉണ്ടാവും? അതിനെ നമ്മൾ ഫോൾട്ടി ഡിസൈൻ എന്ന് നമ്മൾ പറയാറില്ലേ. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ എന്തിനാണ് ഇതിൻ്റെ പേരിൽ ഒരു ഫോൾട്ടി ഡിസൈൻ ഉണ്ടാക്കുന്നത്? ഈ നേരം വെളുത്താൽ രാത്രി വരെ നമ്മൾ വൈകുന്നേരം വന്നിരുന്നൊരു പേപ്പറിൽ എഴുതിയാൽ എത്ര ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരുടെ ഇടയിലൂടെ, അവരുടെ ഉപകാരങ്ങളിലൂടെ, അവരുടെ ഉപയോഗങ്ങളിലൂടെ ഒക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവരെ ഒരു വിഭാഗത്തെ എല്ലാം അങ്ങ് ഒഴിവാക്കി, ഇല്ലാതാക്കി, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി ഇങ്ങനെ വേർതിരിച്ചാൽ ഈ സാമൂഹ്യ ജീവിതം എത്ര അപകടകരമാവും. എന്നെ തന്നെ പലപ്പോഴും സൈബറിടത്തിൽ ആക്രമിക്കുമ്പോൾ നിസ്സഹായത കൊണ്ട് മിണ്ടാൻ കഴിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർ നമ്മളോട് നേരിട്ട് വിളിച്ച് പറയുന്നത്, പരസ്യമായി ഞങ്ങൾക്കൊന്നും പറയാനൊക്കുന്നില്ല. എന്താണ് അവിടെ അവർ ഭയപ്പെടുന്നത്? ഈ പരസ്യമായി അലക്കുന്ന വിദ്വേഷത്തെയാണ് ഭയപ്പെടുന്നത്. അങ്ങനെ ഭയപ്പെട്ടാൽ ഈ ലോകത്തിലോ പ്രപഞ്ചത്തിലോ ജീവിതത്തിലോ നമ്മൾ ഭയപ്പെടുന്ന എന്തെങ്കിലും വസ്തുക്കളെ നമുക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കില്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും സാധ്യമല്ല. നമ്മൾ ഏത് വസ്തുവിനെയാണോ ഭയപ്പെടുന്നത്, ആ ഭയപ്പെടുന്ന വസ്തു എന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ ഭയത്തെ മുറിച്ചു കടന്നേ പറ്റൂ. ആ ഇരുട്ടിനെ മുറിച്ചു കടന്നേ പറ്റൂ. ഏതായാലും ഇടയ്ക്കൊക്കെ ഈ സുകുമാരൻ നായർ സാർ എന്തൊക്കെയോ പറയുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ, വിമർശനവുമൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ആ വാക്കുകൾ അത് ശരിക്കും അർത്ഥവത്തായ ഒരു മാതൃകയായി മാറ്റേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ആ മനോഹരമായ വാക്കുകൾക്കും ആശയങ്ങൾക്കും, അത്തരമൊരു ആശയങ്ങളിലേക്കും വാക്കുകളിലേക്കും എല്ലാ സമുദായ സംഘടനകളും എത്തണം. രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് പോട്ടെ, അവരവരുടെ സമുദായത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ ചോദിച്ചോളൂ. അതിലൊരു അന്യമതപജ്ഞ വിദ്വേഷങ്ങളോ ഒന്നും പ്രസരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അതിൻ്റെ അന്തിമ ഫലം ഈ പറയുന്നവർക്കായിരിക്കില്ല ലഭിക്കുന്നത്. അത് മറക്കാതിരിക്കാം.